ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ സംഘടനകൾക്കെതിരെ വിമർശനവുമായി ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറിക്ക് നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ കത്ത്. റിപ്പോർട്ടിൽ സംഘടനകൾ നിലപാട് സ്വീകരിക്കാത്തത് പൊതുസമൂഹത്തിൽ സംശയത്തിനിടയാക്കുന്നു. തൊഴിലിടം ഭയരഹിതവും സ്ത്രീ സൗഹൃദമാക്കാൻ 15 നിർദ്ദേശങ്ങളും സാന്ദ്ര തോമസ് മുന്നോട്ട് വയ്ക്കുന്നു. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, സിനിമാ സംഘടനകൾ നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ ജനം തെരുവിൽ കൈകാര്യം ചെയ്യുന്ന കല്ലെറിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന ആദ്യത്തെ പോസ്റ്റുമായി വലിയ സമ്മർദ്ദമുണ്ടാക്കിയ ആളാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ്. ഇപ്പോൾ 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഈ കാര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളിൽ കൃത്യമായി ഇടപെടൽ വേണം എന്ന നിർബന്ധ ബുദ്ധി കൃത്യമായി ശക്തമായി പ്രകടിപ്പിക്കുകയാണ് സാന്ദ്ര തുടർച്ചയായി. തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സിനിമാ മേഖലയിലെ സംഘടനകൾ പുലർത്തുന്ന മൗനത്തിനെതിരെ ശക്തമായ വിമർശനമാണ് സാന്ദ്ര തോമസ് ഉന്നയിച്ചിരിക്കുന്നത്. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് ഈ വിമർശനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർ പ്രധാനമായിട്ടും പറയുന്നത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകൾ ഇക്കാര്യത്തിൽ ഒന്നും പറയാൻ തയ്യാറായില്ല, അവർ അഭിപ്രായം പറയുന്നില്ല, നിലപാട് സ്വീകരിക്കുന്നില്ല. അത് പൊതുജനത്തിൽ വലിയ സംശയത്തിന് ഇടയാക്കും എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സിനിമാ മേഖല മനുഷ്യത്വരഹിതവും സ്ത്രീവിരുദ്ധവുമാണെന്ന് അറിഞ്ഞതിൽ, ഈ റിപ്പോർട്ടിലൂടെ അങ്ങനെയാണ് എന്നറിഞ്ഞതിൽ അമർഷവും ഞെട്ടലും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 15 പോയിന്റുകൾ അവർ ഈ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ചില പോയിന്റുകൾ എന്ന് പറയുന്നത് ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയിട്ട് ഒരു പൊതു ക്യാരവാൻ ഏർപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ബയോ ടോയ്ലറ്റ് ഏർപ്പെടുത്തുക. അത് 2 എണ്ണമെങ്കിലും ഉണ്ടാകണം. ആർട്ടിസ്റ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ ടോയ്ലറ്റുകളുടെ എണ്ണവും കൂട്ടണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ രാത്രി 8 മണി കഴിഞ്ഞാണ് ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് പോകുന്നതെങ്കിൽ അവർക്ക് മറ്റു വാഹനങ്ങൾ ലഭിക്കുന്നിടത്ത് വരെ പ്രൊഡക്ഷൻ വാഹനം നൽകണം. 14ാമത്തെ നിർദ്ദേശമാണ് അരുൺ, അത് കാസ്റ്റിംഗ് കോൾ ഫിലിം ചേംബർ മുഖേന മാത്രം നടത്തുക എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം, മറ്റു തൊഴിലിടവുമായി സിനിമയെ വേർതിരിച്ചു നിർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകൾ തുടർച്ചയായി ഉന്നയിച്ചത് ഫിലിമിലേക്കുള്ള എൻട്രി പോയിന്റിൽ ഓഫർ ക്ലബ് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന സെക്സ് ഓൺ ഡിമാൻഡ് എന്ന കാര്യവുമായിട്ടാണ്. അത് ഒരു സംഘടനയിലൂടെ കൃത്യമായി മാത്രം നടത്തുകയാണെങ്കിൽ, ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഉത്തരവാദിത്തപൂർണ്ണമായി മാത്രം നടത്തുകയാണെങ്കിൽ അതില്ലാതെയാക്കപ്പെടുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം സാന്ദ്ര മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ 15 ആവശ്യങ്ങളുടെ കൂട്ടത്തിൽ. തീർച്ചയായിട്ടും കാസ്റ്റിംഗ് കോൾ എന്നുള്ളത് വലിയൊരു ദുരുപയോഗം ചെയ്യപ്പെടുന്നതാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫിലിം ചേംബർ മുഖേന മാത്രം ഇത്തരം കാസ്റ്റിംഗ് കോളുകൾ നൽകുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഈ ഫിലിം സെറ്റുകളിലൊക്കെ നടക്കുന്ന ക്രിമിനൽ കുറ്റങ്ങൾ സംഘടനയ്ക്കകത്ത് ഒത്തുതീർപ്പാക്കുന്ന പ്രവണതയുണ്ട്, അതില്ലാതാക്കണം. അത് അത്തരത്തിലുള്ള കേസുകളുണ്ടെങ്കിൽ അത് പോലീസിനെ നേരിട്ട് അറിയിക്കണമെന്നുള്ളൊരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ സിനിമാ നടന്മാരുടെ, നായക നടന്മാരുടെ വേതനം നിയന്ത്രിക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ മറ്റു നടീനടന്മാർക്ക് മാന്യമായ ശമ്പളം നൽകാൻ നിർമ്മാതാവിന് കഴിയൂ എന്നുള്ളൊരു നിർദ്ദേശവും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരെ സെറ്റിൽ നിന്ന് പുറത്താക്കാൻ നിർമ്മാതാവിന് പൂർണ്ണ അവകാശം നൽകണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമാ മേഖലയിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സമഗ്രമായ സുരക്ഷിതത്വം, അല്ലെങ്കിൽ സ്ത്രീക്കും പുരുഷനും സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ എന്തൊക്കെ നടപ്പിലാക്കണം എന്നതാണ് ഈ കത്തിലൂടെ സാന്ദ്ര തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഫിലിം ചേംബർ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അവർ പറയുന്നുണ്ട് ഈ ഫിലിം ചേംബറിന്റെ കീഴിൽ സിനിമാ മേഖലയിലെ എല്ലാ സ്ത്രീകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പൊതു വേദി ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എല്ലാ മേഖലയിലുള്ളവർക്ക് ഒരു പരാതി പറയാനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഈ ഫിലിം ചേംബർ എന്ത് പ്രതികരണം നടത്തുമെന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അരുൺ ശങ്കറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. 15 നിർദ്ദേശങ്ങൾ സാന്ദ്ര തോമസ് മുന്നോട്ട് വയ്ക്കുന്നു.